സീനിയോറിറ്റി എന്ന പ്രയോഗം വരുന്നുണ്ടല്ലോ. സീനിയോറിറ്റി നമുക്കൊന്ന് നോക്കാം. ഈ സീനിയോറിറ്റിയുടെ കാര്യത്തിൽ എന്ത് സീനിയോറിറ്റിയാണ് ഇവിടെ നേരത്തെ പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്? നമുക്ക് 2018 മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് എടുക്കാം. 2018 മധ്യപ്രദേശിൽ നഷ്ടമായത് എങ്ങനെയാണ്? ജ്യോതിരാദിത്യ എന്ന ഒരു യുവ നേതാവ് അവിടെ തെരഞ്ഞെടുപ്പ് നയിക്കാൻ നിൽക്കുന്നു. ജ്യോതിരാദിത്യയെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സീനിയറായ കമൽനാഥിനെ ഡൽഹിയിൽ നിന്നാണ് കമൽനാഥിനെ തീരുമാനിക്കുന്നത്. കമൽനാഥ് മുഖ്യമന്ത്രിയാകുന്നു. പിന്നീട് മധ്യപ്രദേശ് കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ടോ? ജ്യോതിരാദിത്യ സിന്ധ്യ എങ്ങോട്ടാണ് പോയത്? അത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അടുത്തത് എവിടെയാണ്? രാജസ്ഥാനിൽ. അതേ വർഷമാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് എന്ന യുവ നേതാവ് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുന്നു, പ്രകടനങ്ങൾ നയിക്കുന്നു, റാലികൾ നയിക്കുന്നു, ആവേശോജ്വലമായ പ്രസംഗങ്ങൾ നടക്കുന്നു, ആ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നു. എന്നിട്ട് അതിനുശേഷം അധികാരം ആർക്കാണ് കൊടുക്കുന്നത്? ഡൽഹിയിൽ നിന്ന് തീരുമാനിക്കുന്നു, അശോക് ഗെഹ്ലോട്ട് അല്ലേ. പിന്നീട് രാജസ്ഥാൻ കിട്ടിയോ? രാജസ്ഥാനും പോയി. രാജസ്ഥാൻ എങ്ങോട്ടാണ്? BJPക്ക് പോയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലെ അനുഭവം. ഇനി നമ്മുടെ അടുത്തത് കർണാടകയിലേക്ക് പോകാം. 2023 DK ശിവകുമാർ എന്ന ക്രൗഡ് പുല്ലർ മുന്നിൽ നിന്ന് നന്നായി നയിച്ചു, നല്ല രീതിയിൽ ഭൂരിപക്ഷം നേടിക്കൊടുത്തു. അവിടെ പക്ഷേ മുഖ്യമന്ത്രി സീനിയറായ സിദ്ധരാമയ്യെ തീരുമാനിക്കുന്നു. അതും ടേം വ്യവസ്ഥയൊക്കെ അധികം പറഞ്ഞെങ്കിലും ആ ടേമിലേക്ക് പിന്നെ എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രതീക്ഷിച്ച വിജയം അവിടെ കോൺഗ്രസിനുണ്ടായിട്ടില്ല. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലെ സീനിയോറിറ്റി എന്ന ഒരൊറ്റ ഘടകം മാത്രം പരിഗണിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ഫലം എന്നുള്ളത്. അപ്പോൾ ഒരു മാറ്റം ഉണ്ടാക്കിയ ഒരു നേതാവിന് ഒരു അവസരം കൊടുക്കാൻ കോൺഗ്രസിന് കഴിയുമെങ്കിൽ അതാണ് ചെയ്യേണ്ടത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പോൾ വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുകയും ഇവിടെ വെള്ളാപ്പള്ളി നടേശനുമായി, അതുകൂടി പറയണം കേട്ടോ, വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് വർഗീയ പ്രചാരണങ്ങൾ നടത്തുമ്പോൾ അതിനോട് പ്രതികരിച്ച കോൺഗ്രസിലെ ഏക നേതാവ് എന്നതും ഈ പറയുന്ന VD സതീശനായിരുന്നു. അദ്ദേഹം പുറത്ത് നടത്തിയ പ്രതികരണം പിണറായി വിജയനും VD സതീശനുമൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ ഓർമ്മയാകും. പക്ഷെ കേരളം അപ്പോഴും ഉണ്ടാകും. ആ കേരളത്തിന്റെ അടിത്തറയ്ക്ക് തീ കൊടുക്കുന്ന പരിപാടിയാണിപ്പോൾ ചെയ്യുന്നത്. വരും തലമുറയോടുള്ള ക്രൂരതയാണിത്. ഇതാണ് അദ്ദേഹം പുറത്തേക്ക് പറഞ്ഞത്. ഇനി നമ്മൾ പൊതുപ്രസംഗത്തിലും കേട്ടിട്ടുണ്ട്. ഇവിടെ കാന്തപുരത്തിന്റെ പരിപാടിയിൽ അന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയോട് പിണറായി വിജയൻ കാണിച്ചിരിക്കുന്ന സംയമനത്തോട് വിമർശനമാണ് അന്ന് അദ്ദേഹം ഉയർത്തിയത്. അതൊക്കെ മലബാറിൽ അദ്ദേഹത്തിന് നേടിത്തന്നൊരു പിന്തുണ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതിൽ നോക്കൂ, ഇത് മുസ്ലിം ലീഗ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ജനഹിതം നടപ്പാക്കണം. ജനം എന്താണോ ആഗ്രഹിക്കുന്നത് അതായിരിക്കണം തീരുമാനം എന്നുള്ളതാണ്. അത് വെറുതെ പറയുന്നതല്ല മുസ്ലിം ലീഗ്. ഈ പറഞ്ഞ ഘട്ടങ്ങളിൽ കോൺഗ്രസിന് നഷ്ടമായിരിക്കുന്ന സാമുദായിക സൗഹാർദ്ദം, അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷമായാലും ക്രിസ്ത്യൻ ന്യൂനപക്ഷമായാലും ഇതൊക്കെ തന്നെയും ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന് ഒപ്പമായിരുന്നു. പക്ഷേ പല ഘട്ടങ്ങളിലായി അത് നഷ്ടപ്പെട്ടു പോയിരുന്നു. ആ നഷ്ടപ്പെട്ടുപോയ സൗഹൃദം പുനഃസ്ഥാപിക്കാൻ VD സതീശൻ നടത്തിയ ശ്രമങ്ങൾ അത് ഫലം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. വിവിധ സഭാ നേതാക്കളുമായൊക്കെ കാണുകയും സഭാ നേതൃത്വങ്ങളുമായി കാണുകയും, നമുക്കറിയാം ഇവിടെ കൊച്ചിയിൽ ഒരു അർദ്ധരാത്രി പോയി കണ്ട കൂടിക്കാഴ്ചയെക്കുറിച്ച് അതെങ്ങനെ കണ്ടു എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യാനുള്ളത്. അവർ ക്ഷണിച്ചിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ ഒരു ക്ഷണം ഉണ്ടാകുകയും അങ്ങനെ ഒരു പിന്തുണ ആർജിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന 102 എന്ന സംഖ്യയിലേക്ക് എത്തുന്നത്. ഈ സമുദായ സഭാ നേതൃത്വങ്ങളെ കാണുക, അവരോട് സംസാരിക്കുക എന്നൊക്കെ ഒരു നിഷിദ്ധമാണ് എന്ന അഭിപ്രായം എനിക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ പറയുന്ന അവരില്ലെങ്കിൽ ഞങ്ങളില്ല എന്ന രൂപത്തിൽ പ്രതികരണം നടത്തുകയും അവർക്ക് ഒരു ഈ രാഷ്ട്രീയത്തിൽ അവർക്കൊരു സേ ഉണ്ട് എന്ന മട്ടിൽ ഞങ്ങൾ നിശ്ചയിക്കുമെന്ന മട്ടിലുള്ള പ്രതികരണം നടത്താൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഒഴിവാക്കേണ്ടത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ അത്രത്തോളം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശുഭോദാർക്കമായ കാര്യം. അതിന് സംഭവിക്കാതിരിക്കട്ടെ. അതിന് നൽകിയ ജനവിധി കൂടിയാണ് ഈ 102 എന്നുള്ളത്. Meet the editors.